എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വേറൊരു വിഷയമായിട്ട് നമ്മൾ ബിഗ് ബോസിനെ സംബന്ധിച്ചൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം 7 ഇന്നലത്തെ സാറ്റർഡേ എപ്പിസോഡിൽ മോഹൻലാൽ റിവ്യൂ പറഞ്ഞു. ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ പറയുന്നതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. വെച്ചാൽ ചാനലിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു സീക്രറ്റൻസി കീപ്പ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞാൽ അവർ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ, അത് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഞാനാണോ ആദ്യം പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ഇതേക്കുറിച്ച് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്, അതായത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ്. അപ്പം എല്ലാ വർഷവും ഞാൻ ബിഗ് ബോസ് കാണുന്നുണ്ടായിരുന്നു. കാണുന്ന സമയത്ത് റിവ്യൂസും കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു, ബിഗ് ബോസും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ വളരെ സീക്രട്ട് മൈൻഡിലുള്ള ഒരു ഗെയിമാണ്. എപ്പോഴും ഒരു സസ്പെൻസ് കീപ്പ് ചെയ്ത് പോകുന്നൊരു ഷോയാണ്. പക്ഷേ കുറേ റിവ്യൂസ് ഞാനും പറഞ്ഞിട്ടുണ്ട്, കൺഫർമേഷൻ എല്ലാ ലിസ്റ്റുകളും ഞാനും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യമാണ് ഫസ്റ്റ് ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല റിവ്യൂ പറയുന്നവരും ഈ ഇന്നാളെ എടുത്ത് ഇയാളെ എടുത്ത് അങ്ങനെ ആളെ എടുത്ത് മറ്റേ ആളെ എടുത്തെന്നും പറഞ്ഞിട്ടും ഈ ബിഗ് ബോസിൽ എന്തൊക്കെ നടന്ന് തുപ്പിയതും ദൂരിയതും പറഞ്ഞതും എല്ലാം കടന്ന് പറയുന്നുണ്ടായിരുന്നു കുറേ റിവ്യൂസ്. അപ്പം ഞാനെങ്ങനെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ മേക്കേഴ്സിനെ കുറിച്ച് തന്നെ നമുക്ക് ഡൗട്ട് തോന്നുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഈ റിവ്യൂ പറയുന്ന ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞ ബിഗ് ബോസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആൾക്കാർ വരുന്നതിന് മുമ്പ് അറിയുമ്പോൾ, ഇപ്പം തന്നെ റിവ്യൂ എടുത്ത് നോക്കിയാൽ ഈ റിവ്യൂ പറഞ്ഞ ആൾക്കാർ മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവർക്ക് എങ്ങനെ ഈ പേരുകൾ കിട്ടുന്നുള്ളൂ? അപ്പം ഈ ബിഗ് ബോസിൻ്റെ മേക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ചോർത്തി കൊടുക്കുന്നതായിരിക്കുമല്ലോ, അല്ലാതെ കിട്ടാൻ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ. എന്തായാലും കണ്ടസ്റ്റൻസ് എത്ര പറയാൻ പറ്റും? ഇപ്പോൾ 1-2 പേര് പറയായിരിക്കും കണ്ടസ്റ്റൻസ്, ഞാൻ പോകുന്നുണ്ട് ചേച്ചി, ഞാൻ പോകുന്നത് ചേട്ടാന്ന്. പക്ഷേ ബാക്കി എങ്ങനെ വരിക? ബിഗ് ബോസ് മേക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് വന്ന രഹസ്യമാണ്. അപ്പോൾ ഇവർക്ക് അവരൊരു ഇത് വെച്ചിട്ടായിരിക്കുമല്ലോ ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ചിലപ്പോൾ കാശ് മേടിച്ചിട്ടായിരിക്കാം, ഇല്ലായിരിക്കും. പക്ഷേ ഇവർ പറഞ്ഞു കൊടുക്കുമ്പം ഈ റിവ്യൂ പറയുന്ന ആൾക്കാർ ഇവർ ജീവിക്കുന്നത്, ഇവർക്ക് റവന്യൂ കിട്ടുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ നിന്നാണ്. എന്താ വെച്ചാൽ ഈ പല ചാനലുകളിലും, ബിഗ് ബോസിൻ്റെ പല ചാനലുകളും ആ സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന ചാനൽസാണ്. ഓക്കെ, ആറ് തന്നെ ആയാലും ചാനൽ ആ സമയത്ത് മാത്രമേ ബിഗ് ബോസിനെ കുറിച്ച് പറയൂ. അപ്പോൾ അവരൊരു പ്രധാന റവന്യൂ ഈ ബിഗ് ബോസിൽ നിന്നുള്ള. അപ്പോൾ കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയാം, പ്രഡിക്ഷൻ ലിസ്റ്റ് പറയാം, ഒക്കെ നോ പ്രോബ്ലം. പ്രഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാനും പറയുന്നുണ്ട്, പ്രഡിക്ഷൻ ലിസ്റ്റ്. പക്ഷെ ഒരിക്കലും കൺഫർമേഷൻ ലിസ്റ്റ് പറയരുത്. പ്രഡിക്ഷൻ നമുക്ക് ഒരുപാട് പേരുടെ പറയാം, നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അവരുണ്ട് ഇവിടെ നമുക്ക് കുറേ 10-100 പേരുടെ ആൾക്കാരുടെ പേരുകൾ ഇന്നൊരാൾ കുറച്ച് ലിസ്റ്റ് പറയും, നാളെ കുറച്ച് ലിസ്റ്റ് പറയും, മറ്റന്നാൾ കുറച്ച് ലിസ്റ്റ്, അങ്ങനെ കുറേ ആൾക്കാരുടെ ലിസ്റ്റുകൾ പറയാൻ പറ്റും. പക്ഷെ അതുപോലെയല്ല കൺഫർമേഷൻ ലിസ്റ്റ്. അത് കൺഫർമേഷൻ ലിസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞോട്ടെ, പക്ഷേ പോകുന്നതിൻ്റെ തലേദിവസം അങ്ങനെ പറയാൻ പാടില്ല സത്യം പറഞ്ഞാൽ. എന്നാലും ഓക്കെ, അവരുടെ വരുമാനമാണ്, റവന്യൂ ആണ് അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഓക്കെ, ഇന്ന് ഇതിൻ്റെ ഫൈനലെങ്കിൽ രാവിലെയൊക്കെ കൺഫർമേഷൻ ലിസ്റ്റ് പറയാം, കുഴപ്പമില്ല, എങ്ങനെയും അറിഞ്ഞാന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് കുറേ ദിവസം മുന്നേ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ചാനലിൻ്റെ മേക്കേഴ്സിനെ തന്നെ നമ്മൾ നമ്മൾ നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല, അവരെ സംശയിക്കേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് ഇവർക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഇവർ പൈസ മേടിക്കുന്നുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞ റിവ്യൂ വന്ന രേവതിയെക്കുറിച്ചിട്ടാണ്. രേവതി ഞാൻ ഈയിടെ ഇതുപോലൊരു പക്ഷേ രേവതി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൺഫർമേഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പുള്ളിക്കാർ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇട്ടിട്ടേ ഇല്ല, കൺഫർമേഷൻ ലിസ്റ്റ് ഇട്ടിട്ടില്ല, നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൺഫർമേഷൻ ലിസ്റ്റ് ഇട്ടിട്ടില്ല, ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് കൺഫർമേഷൻ ചെയ്തു. അതിന് മുമ്പ് കൺഫർമേഷൻ ഏതാണ്ട് തലേദിവസം എങ്ങനെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി ഇട്ടത്. അതിന് 2-3 ദിവസമുള്ള വീഡിയോയിൽ ഞാൻ പുള്ളിക്കാരിക്ക് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരി വായിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കതില്ല, കുറേ പേര് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൺഫർമേഷൻ ലിസ്റ്റ് ഇടുന്നത് വളരെ മോശമാണ്, നമ്മുടെ ബിഗ് ബോസ് മേക്കേഴ്സിനെ വരെ സംശയിക്കാൻ
സംശയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. രേവതി മാത്രമേ ഉള്ളൂ ഇതുപോലെ കൺഫർമേഷൻ ലിസ്റ്റ് ഇടാത്തത്. ബാക്കിയുള്ളവർ കൂട്ടം അല്ല, ബാക്കിയുള്ളവരെല്ലാം നേരത്തെ തന്നെ കൺഫർമേഷൻ ഇട്ടിട്ടുണ്ട്. രേവതി മാത്രമേ ഉള്ളൂ ഇതുവരെയായിട്ട് കൺഫർമേഷൻ ഇടാത്തത്. അത് നല്ല കാര്യമാണെന്നും പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഇങ്ങനെ പേര് വരുമ്പോൾ അത് ബിഗ് ബോസിൻ്റെ പ്രോഗ്രാമിനെ തന്നെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കമൻറ്റ് എനിക്കിതിൽ പിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. ആ രേവതിയുടെ ചാനലിൽ പോയിട്ട് ഞാൻ ഏതിലായിട്ടതെന്നൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഏതോ ഒരു വീഡിയോയ്ക്ക് അടിയിൽ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എഴുതിയിട്ടൊരു വീഡിയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ രേവതി മാത്രമേ ഉള്ളൂ ഇങ്ങനെ കൺഫർമേഷൻ ലിസ്റ്റ് ഇടാത്തത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കൺഫർമേഷൻ ലിസ്റ്റ് ഇട്ട് തന്നെ ബിഗ് ബോസിൻ്റെ മേക്കേഴ്സിനെ വരെ നമ്മൾ സംശയിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു മലയാളത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഏതോ ഒരു വീഡിയോയിൽ കിടപ്പുണ്ട് രേവതിയുടെ. ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, രേവതിക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്കത് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ, രേവതി പ്രാവശ്യം ലാസ്റ്റ് രേവതി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, കുറേ ആൾക്കാർ രേവതിയെ കുറ്റം പറയുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ കൺഫർമേഷൻ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ആ ചാനലിൻ്റെ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ തന്നെ ഒരു സീക്രട്ട് ആ ഒരു അതിൽ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ. ആരായിരിക്കും വരുന്നത് തലേദിവസേ അറിഞ്ഞു വെച്ച് പിന്നെ അതിനൊരു ആ ഒരു ലോഞ്ചൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടത്തില്ല. ഇവരല്ലേ വരുന്നതെന്ന് പറഞ്ഞ് നോക്കി. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആരാ വരുന്നതെന്ന് അറിയാതെ കാണുമെങ്കിൽ അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കില്ല, ഒരു എഫക്റ്റ് ഉണ്ട്. ഇവരുണ്ട്, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഇവനുണ്ടോ അല്ലെങ്കിൽ ഇവളാണോ എന്ന് ചോദിക്കാം. പക്ഷേ അതാണ് പറഞ്ഞത്, എപ്പോഴായാലും നമ്മൾ ഒരിക്കലും കൺഫർമേഷൻ ലിസ്റ്റ് ഇടാൻ പാടില്ല. അറിയാമെങ്കിൽ പോലും നമുക്ക് ചോറ് തരുന്ന സാധനമാണ്. പക്ഷെ നമുക്ക് അതിനൊരു കുറച്ചെങ്കിലും കൂറ് കാണിക്കണം. അപ്പോൾ ഇന്ന് ഞാനിതുപോലെ മോഹൻലാൽ ഇന്നലെ പറഞ്ഞപ്പം തന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ ഓൾറെഡി ഇതേക്കുറിച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദൈവത്തിന് അറിയാം, ഞാൻ നേരത്തെ എനിക്ക് കിട്ടിയ പോലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. രേവതി കണ്ടു കാണുമെങ്കിൽ രേവതിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറച്ച് അതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെസ്സേജ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം മോഹൻലാൽ തന്നെ ഇന്നലെ പറഞ്ഞില്ലേ, അതൊക്കെ വളരെ മോശമാണ്. നമ്മളൊരു പ്രോഗ്രാം ആകുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, അതിനനുസരിച്ച് പോയി. ഇനിയെങ്കിലും ആൾക്കാർ പ്രെഡിക്ഷൻ ലിസ്റ്റ് ഇട്ടോട്ടെ, നോ പ്രോബ്ലം. കൺഫർമേഷൻ ലിസ്റ്റ് ഇടാതെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറഞ്ഞ് ഇതൊക്കെ വീഡിയോ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് വേണേലും കമൻറ്റ് ഇട്ടോ, ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് വേണേലും കമൻറ്റ് ഇട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്, ഇങ്ങനത്തെ കുറിച്ച് വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഞാൻ ഓൾറെഡി രേവതിക്കും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ തന്നെ ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് തന്നെ ഇതിന് വേണ്ടി ഇട്ടിട്ടുമുണ്ട്. അത് എൻ്റെ ചാനൽ ഒരു ചെറിയ ചാനലായതുകൊണ്ട് ആരും കാണാൻ വളരെ ചാൻസ് കുറവാണത്. കാണും ഞാൻ ചിലപ്പോൾ ഇത് കണ്ടെങ്കിൽ ഇത് കാണുമായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കൂടി എടുത്ത് കാണുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെങ്കിൽ ഇനിയെങ്കിലും ആ ചാനൽ ആ പ്രോഗ്രാമിനൊരു അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ട്, അതിനെ ഒന്നും ചോദ്യം ചെയ്യാത്ത രീതിയിൽ പെരുമാറുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒന്ന് പറയണമെന്ന് തോന്നി. ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും നന്ദി, താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.